ഹലോ എവ്രി വൺ. ഇന്ന് 3 നെറ്റ്ഫ്ലിക്സ് മൂവി റെക്കമെൻഡേഷനാണ്. 2 ഇംഗ്ലീഷ് മൂവിയും, 1 തെലുങ്ക് മൂവിയും. തെലുങ്ക് മൂവിയെ പറ്റി ഞാൻ ഏറ്റവും അവസാനം പറയാം. സോ ആദ്യത്തെ മൂവി 2002 പുറത്തു വന്ന ബ്ലഡ് വർക്ക്. ഇത് അഭിനയിച്ച് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലിൻറ്റ് ഈസ്റ്റ്വുഡാണ്. ആം, സോ കഥയെല്ലാം സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത് 2002 ഡയറക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് ക്രൈം ജോണർ ഫിലിംസിൻ്റെയൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ ഈ മൂവിയെ കരുതാം. ഇതൊരു മഹത്തരമായ മൂവിയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഒരു വൺ ടൈം വാച്ചിനുള്ള എല്ലാം ഇതിനകത്തുണ്ട്. സോ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് റിട്ടയർഡ് ഒരു FBI ഏജൻ്റായിട്ടാണ് അഭിനയിക്കുന്നത്. പുള്ളിയുടെ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് പുള്ളിക്ക് ഒരു ഹാർട്ട് സർജറി ചെയ്യുന്നു. ആ ട്രാൻസ്പ്ലാന്റിന് ശേഷം പുള്ളി റെസ്റ്റ് കാര്യങ്ങൾ, പുള്ളി സ്വന്തമായിട്ട് കാറൊന്നും ഓടിക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളി ഫോഴ്സ്ഡ് ആയിട്ട് ഒരു കേസ് അന്വേഷിക്കേണ്ട ഒരു ലെവലിലെത്തുന്നു. കാരണം പുള്ളിക്ക് കിട്ടുന്ന ഹാർട്ട് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീ, ഓഫ് കോഴ്സ് അവർ മരിച്ചിട്ടാണല്ലോ ഡൊണേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അവർ കൊല്ലപ്പെട്ടതാണ് ആക്ച്വലി. അപ്പോൾ ആ മരണം എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ പുള്ളിക്കൊരു മോറൽ ഇതും വരുന്നുണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതും അതിനുശേഷം ഇതൊരു സീരിയൽ കില്ലർ പാറ്റേണിലേക്ക് വരുന്നു എന്നൊരു സംശയം തോന്നിയിട്ട് പുള്ളി ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഒരു സ്റ്റേജിൽ നമുക്ക് ഊഹിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് ആ ടൈമിലെ CCTV ഫൂട്ടേജ് റെഫറൻസ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നല്ല സ്മൂത്തായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് അഭിനയിക്കുന്നത് കാണാൻ തന്നെ രസമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. കൂടുതലും ഞാൻ പറയുന്നില്ല. സോ ഇത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അടുത്ത മൂവി റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 2001 പുറത്തു വന്ന ദ സ്കോർ. വളരെ ചുരുക്കം സ്റ്റാർ കാസ്റ്റ് ഇതിനകത്തുള്ളൂ. റോബർട്ട് ഡിനീറോ, എഡ്വേർഡ് നോർട്ടൺ, മെർലിൻ ബ്രാൻഡോ, അങ്ങനെ ഈ മൂന്ന് പേരാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ കുറച്ച് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും. സംഭവം ദ സെയിം ഓൾഡ് സ്റ്റോറി. റോബർട്ട് ഡിനീറോ ഒരു പ്രൊഫഷണൽ സേഫ് ക്രാക്കറാണ്, കള്ളൻ, അത്രയേ ഉള്ളൂ. വലിയ ഗ്ലോറിഫിക്കേഷനൊന്നും വേണ്ട. അപ്പോൾ പുള്ളി ഓൾമോസ്റ്റ് ഒരു റിട്ടയർമെൻറ്റിലോട്ട് വരുന്നു. പുള്ളിയുടെ അവസാനം ഇത് ഒരു കേസ് കൂടെ ചെയ്തിട്ട് സെറ്റിലാകുക എന്നുള്ളതാണ് പുള്ളിയുടെ പ്ലാൻ. പക്ഷേ അത് നടക്കുന്നില്ല. അങ്ങനെ ഷിഫ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് പുള്ളി സ്വന്തം നാട്ടിൽ കക്കില്ല, വിദേശ രാജ്യങ്ങളിൽ പോയിട്ടാണ് പുള്ളി കൂടുതലും മോഷണം നടത്തുക. അപ്പോൾ അങ്ങനെ ഈ ഫൈനൽ മോഷണത്തിന് വേണ്ടിയിട്ട് ഈ 3 പേരും കൂടെ കൂടുന്നതും ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കഥ. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷനിലൊക്കെ ഒരു സെക്കൻഡ് ഹാഫൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഡിപ്പുണ്ട്. നമുക്ക് കുറച്ച് ലാഗ് പോലൊക്കെ ഫീൽ ചെയ്യും. ബട്ട് സ്റ്റിൽ ഇത് റോബർട്ട് ഡിനീറോ നല്ല രസമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയുടെ പ്രായം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇതിനകത്ത് 2001 ഡയറക്റ്റ് ചെയ്ത സമയത്ത് ആ ടൈമിൽ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതിന് ഉള്ള ഒരു ഹാക്കർ, അതായത് ഒരു ഹാക്കർ എന്ന് പറയുമ്പോൾ ഇച്ചിരി നേർഡായിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ആയിരിക്കുമല്ലോ, അതൊക്കെ അതിലാണ് തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നു. അപ്പം ഇതുപോലത്തെ പഴയ സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ കാണുന്ന ഇച്ചിരി വട്ടുള്ള ഹാക്കറൊക്കെ ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ വന്നതായിരിക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ മൂവി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റേതായിട്ടുള്ള ഫ്ലോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് വാച്ചിങ്. നെറ്റ്ഫ്ലിക്സ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ തെലുങ്ക് പടം, അത് വേറെ പടമൊന്നുമല്ല, നമ്മുടെ പുഷ്പ 2. ഓഫ് കോഴ്സ് അതെ, അത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം 3 മണിക്കൂർ 45 റീലോഡഡ് വേർഷനാണ് ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഞാനിത് ഓൾറെഡി തിയേറ്ററിൽ കണ്ടതാണ്. ഇത് തിയേറ്ററിൽ കണ്ടവർക്ക് വേണ്ടി മാത്രം റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഈ ഫസ്റ്റ് സീനിൽ നമ്മുടെ അല്ലു അർജുൻ ജപ്പാനിൽ പോയിട്ട് ഒരു കണ്ടെയ്നറിനകത്ത് 45 ദിവസം കണ്ട് ട്രാവൽ ചെയ്ത് പുറത്ത് വന്ന് കുറേ കാട്ടപരാധം കാണിക്കുന്നില്ലേ, അത് സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊരു ബന്ധവും ഇല്ല സിനിമയായിട്ട്, ഒരു മാസ് സീൻ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണെന്നാണ്. പക്ഷേ അല്ല, സിനിമയിലൊരു ഹോൾ ജപ്പാൻ എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ മാത്രമേ ആ ഫസ്റ്റ് സീനും ഇതുമായിട്ട് ഈ ഹോൾ കഥയുമായിട്ട് ബന്ധമുണ്ട്. ഇതിനകത്ത് മാറ്റമില്ലാത്ത ഒരൊറ്റ ഇതേ ഉള്ളൂ, ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ. പുള്ളി റീലോഡഡ് വേർഷന് മുമ്പുള്ള തിയേറ്റർ വേർഷനിലും പുള്ളിക്ക് കാര്യമായിട്ടൊന്നുമില്ല. പുള്ളിയെ വളരെ മോശമായിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. 3 മണിക്കൂർ 45 മിനിറ്റ് വന്നപ്പോഴും പുള്ളിയുടെ കാര്യം മാത്രമേ ഉള്ളൂ സെയിം ആയിട്ടുള്ളത്. പക്ഷേ ഈ റീലോഡഡ് വേർഷൻ കണ്ട ഈ പടത്തിനൊരു സ്റ്റാർട്ടും ക്ലോഷറും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പുള്ളി എന്തിനായിരുന്നു ജപ്പാൻ പഠിച്ചത്, അങ്ങനെ ജപ്പാൻ ഭാഷ പഠിച്ചത്, അങ്ങനെ കുറേ സംഭവം. സോ ഇത് തിയേറ്ററിൽ കണ്ടവർക്ക് വേണ്ടി മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അല്ലാത്തവർക്ക് ഈ 3.25 മണിക്കൂർ ആദ്യത്തെ 2 പടം കാണാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. സോ പടത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് വയ്ക്കാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. കമൻസ് രേഖപ്പെടുത്തുക. താങ്ക് യു.